വെച്ച് പോയി വന്നാലോ? ഞായറാഴ്ച ബോറടിച്ച് ഹോസ്റ്റലിലിരുന്നപ്പോൾ എവിടെയെങ്കിലും പോകാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ ഫോട്ടോ വെച്ച് തന്നെ പിടിക്കുക, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ വിചാരിച്ചു. അങ്ങനെ പുതിയാവുന്ന ഹൈക്കോർട്ട് ബസ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ബോട്ട് പിടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അവിടെ ഇറങ്ങി പിന്നെ മറൈൻ ഡ്രൈവിലേക്ക് കുറച്ച് നടന്നു. കത്തിവെക്കാൻ നമ്മൾ ആരും മോശമല്ലാത്തതിനെ കൊണ്ട് പോകുന്ന വഴി തീരെ ബോറില്ലായിരുന്നു. കുറച്ച് നടന്നിട്ടാണ് ബോട്ട് കിട്ടിയത്. അങ്ങനെ അത് മറൈൻ ഡ്രൈവാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തിരിയലായിരുന്നു അത്. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. വെയിൽ അതിന് മാത്രം വെയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മഴക്കാലമായതിനെ കൊണ്ട് വെയിൽ എപ്പോഴാണ് മഴ എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെയിൽ കാണിച്ച് നമ്മളെ പറ്റിക്കെങ്കിലും മഴ മുന്നിൽ തന്നെ ഉണ്ടായി. അപ്പോൾ കുടയൊക്കെ എടുത്ത് സേഫായിട്ടാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ക്യാമറ തിരിച്ചപ്പോഴാണ് ഈ വ്യൂ കണ്ടത്. എന്ത് ഭംഗിയാലേ! കുറച്ച് നേരം അവിടെയും കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നടക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കത്തിയെല്ലാം വെച്ച് മെല്ലെ നടന്നു. അങ്ങനെ ബോട്ട് കിട്ടാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ആദ്യത്തെ പോയി ക്യൂ നിന്നപ്പോൾ ഒരാൾക്ക് 3 ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരാളെയും കൂടി വിളിച്ച് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റും എടുത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പം അവിടെ നിന്ന് 20 രൂപയ്ക്ക് കടല വാങ്ങി അതിൽ കടലയില്ല എന്ന് പറഞ്ഞ പരാതിയിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ബോട്ട് വന്നു നമ്മൾ അതിനുള്ളിൽ കയറിയിരുന്നു. ഗവൺമെൻറ് ബോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. നല്ല വൈബുള്ള ബോട്ടായിരുന്നു. നല്ല പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ടാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥലം എത്തി, നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. സൺഡേ ആരൊക്കെ ഉണ്ടാകുന്ന അറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്, ബോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ നടക്കുകയാണ്. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിനും വിശപ്പ് ഒടുങ്ങി. ഉച്ച സമയമാണ്, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. അപ്പോൾ പിന്നെ വിശക്കാണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഒരു ഹോട്ടൽ തപ്പിയിട്ടുള്ള നടപ്പാണ്. എന്തായാലും തപ്പിയെടുക്കല്ലേ, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടക്കാം. കാണുന്ന ഭംഗിയുള്ള സ്ഥലം നോക്കിയൊക്കെ നമ്മൾ മുതലെടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ തപ്പി സാധനം കിട്ടി, റെസ്റ്റോറൻറ്റ്. അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി എന്ത് പരിപാടിയുള്ളൂ എന്നുള്ള ലക്ഷ്യത്തിലായി ഞങ്ങൾ. അത്രയ്ക്കുണ്ടായിരുന്നേ വിശപ്പ്. എവിടെ എത്തിയാലും ഫോട്ടോ എടുക്കണം, അത് നമുക്ക് മുഖ്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ബിരിയാണി ആവറേജ്. ബിരിയാണി റൈസ് കണ്ടിട്ട് എനിക്ക് മന്തി റൈസ് പോലെയാണ് തോന്നിയത്. ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ചെറിയൊരു മഴ വന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തീരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ചിലേക്ക് പോയി. ബീച്ചിലെത്തി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ലക്ഷ്മി എല്ലാം അടിപൊളിയായിട്ട് ഒരു പാട്ട് പാടി. നമുക്കതൊന്ന് കേട്ടാലോ. എന്ത് രസമല്ലേ പാട്ടൊക്കെ. പാട്ട് പാടാന്ന് പറഞ്ഞൊരു വല്ലാത്ത കഴിവാണ്. അതുള്ളവരെ ശരിക്കും ദൈവം അനുഗ്രഹിച്ചു തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഉജാല പരസ്യക്കാരാണ് പോകുന്നത്. എന്താണെന്നറിയാലോ, കറക്റ്റ് ഉജാലേൻ്റെ പരസ്യം വരെയാണ് നമുക്ക് 3 പേർക്ക് തോന്നിയത്. ഇനിയാണ് നമ്മൾ തെണ്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കൊയറോ സിറ്റി കയറി തെണ്ടി തുടങ്ങി. അപ്പോൾ നാഞ്ഞ് നടന്നപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു സ്പോട്ട് കിട്ടി. ഇത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ഒരു സ്പോട്ടാണ്. ശരിക്കും അങ്ങോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ അവിടെയുള്ള ഒരാൾ നമ്മൾ ഈ സ്പോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ നമ്മളോടൊന്ന് കയറിക്കോ ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ അവിടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞ വോള് തപ്പിയിട്ടുള്ള പോക്കാണ്. ഫോട്ടോ വെച്ച് എന്നാൽ പിന്നെ മഞ്ഞ വോളിൽ ഫോട്ടോ എടുത്തിക്കില്ലേ, പിന്നെ എന്താ അതിൻ്റെ ഒരു വൈബ്. അങ്ങനെ അതും തപ്പിയിട്ടുള്ള നടപ്പാട്. എവിടെയാണെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പം എവിടെയാണ് നോക്കിയിട്ട് എവിടെയും കാണില്ല. മഞ്ഞ തപ്പി അവസാനം നമ്മളൊരു ചേട്ടൻ മഞ്ഞ ടീഷർട്ട് ഇട്ടതാണ് കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ ഒരു റെഡ് വോളും കണ്ടു. എന്നാലും നമ്മൾ ലക്ഷ്യം കൈവിടാതെ മഞ്ഞ വോൾ തപ്പിയെടുക്കുകയാണ്. ഒന്നും പോരാത്തതിന് അവിടെ കുറേ ചെടികൾ കണ്ടപ്പോൾ അവിടെ നിന്നെടുത്തു 2-3 ഫോട്ടോസ്. ബാക്കിലൊരു വീടിൻ്റെ മഞ്ഞയുണ്ട്, അതല്ല നമ്മൾ ഉദ്ദേശിച്ച മഞ്ഞ. എന്നാലും ഈ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറീസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അവസാനം നമ്മളെ മഞ്ഞ വോള് കണ്ട് ഗായ്സ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് അപർണ കാണിച്ചത്. ഈ വോള് തപ്പിയാണ് നമ്മൾ ഇത്ര നേരം നടന്നത്. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി വേറെ കുറേ സ്ട്രീറ്റുകൾ കയറി. എല്ലാവരും പിന്നെ ഫോട്ടോ ഹോളിക്കായതിനെ കൊണ്ട് നിറയെ ഫോട്ടോസ് എടുത്ത് ഒരു ട്രാൻസിഷൻ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ആ കാണുന്നത്. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് നടന്ന് നമ്മൾ കൊയങ്ങി ഗൈസ്, നല്ലോണം കൊയങ്ങി. എല്ലാവർക്കും ക്ഷീണമായി. പക്ഷേ നമ്മൾ ലക്ഷ്യം കൈവിടില്ല. എല്ലാം കണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ. ഇനി ഒരു കാഴ്ച കാണിച്ചു തരാം ഗൈസ്. പച്ച വോളിൽ വെള്ള ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവെന്ന് പറഞ്ഞ് പോയി നിൽക്കുന്നതാണത്. ശരിക്കും നല്ല ഭംഗിയുണ്ട്, പറയുന്ന വേണ്ട. അത് കഴിഞ്ഞ് നമ്മളൊരു സ്പോട്ട് ഉണ്ട് ഗൈസ്. എന്ത് രസമാണ് നോക്കുക ആ ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വല്ലാത്ത കഴിവാണല്ലേ. ഇതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
പിന്നെ കുറച്ച് ആൻറ്റിക് സ്റ്റോർ കയറി. അവിടെയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടു. 6 ആൾ കൂടെ വന്ന ട്രിപ്പ് 60 ആളായ സീനാണത്. നമ്മൾ പിള്ളേർ തന്നെ. ഇവർ വന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ വന്ന കാര്യം ഇവരും അറിഞ്ഞില്ല. ഇവർ മട്ടാഞ്ചേരി പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു അവർ കയറിയത്. അതുകൊണ്ട് പിന്നെ കൂട്ടത്തിൽ പോകാൻ പറ്റിയില്ല. നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. അവരിപ്പോൾ ഉള്ളിലോട്ട് കയറുന്ന ആളോ എല്ലാം കാണാനും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ കുറച്ച് നേരം കുറച്ച് കത്തിയും വെച്ചിരുന്നു. എല്ലാവരെയും കൂടി പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അത് കഴിഞ്ഞ് സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ്. അവരുടെ അടുത്ത് ബൈ ബൈയും പറഞ്ഞ് നമ്മളെന്തേലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോയി. ബിരിയാണി കഴിച്ചെങ്കിലും വിശപ്പിന് തീരെ കുറവില്ലായിരുന്നു. കുറേ നടന്നതിനെ കൊണ്ടാന്ന് തോന്നുന്നു നല്ല വിശപ്പുണ്ടായി. അങ്ങനെ നമ്മൾ ഈറ്റ് കൊച്ചിയിൽ കയറിയപ്പോൾ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. സംഭവം നല്ല സെറ്റപ്പ് കട തന്നെ, ഒന്നും പറയാനില്ല. പക്ഷെ അത്ര അഫോർഡബിൾ അല്ല. എന്നാലും നല്ല ദാഹമുള്ളതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിരുന്ന് മൊയ്ത്തോയും ജ്യൂസും പിന്നെ ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. അപ്പം തന്നെ പിള്ളേർ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മുന്നിൽ തന്നെ പിന്നെ എത്തിപ്പെട്ടു. അവർക്ക് നല്ല രീതിയിൽ ദാഹിക്കുന്നതിനെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അവരും കഴിച്ചു, നമ്മളും ഫുഡൊക്കെ കഴിച്ച് മെല്ലെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ തിരിച്ചും ബോട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മുടിഞ്ഞ തിരക്ക്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. എങ്ങനെയോ ടിക്കറ്റും എടുത്ത് നമ്മൾ ആദ്യത്തെ ബോട്ടിൽ തന്നെ കയറി പോവാണ്. ബോട്ടിൽ നിന്ന് തിരിച്ച് ഹൈക്കോട്ടിൽ തന്നെ ഇറങ്ങി നമ്മളൊരു ബസ്സും പിടിച്ച് പോവുകയാണ്. എൻ്റെ കുട്ടി ഉറങ്ങിപ്പോയി ക്ഷീണം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.